तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे। समझ के भी ना समझ मैं सकूं, सवेरों का मेरे तू सूरज लागे। तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। A very warm good evening to one and all present here. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ തേജുവിന്റെയും മാളുന്റെയും സംഗീത് ഫംഗ്ഷനാണ്. നമ്മുടെ ഇവിടെ കുറെ ആൾക്കാർ രാവിലെ തൊട്ടുണ്ട്. ഐ ഹോപ്പ് യു ബീൻ എൻജോയിങ് ഓൾ ദി ഇവന്റ്സ് ദാറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ്. ആൻഡ് ഇന്ന് ഓഫ് കോഴ്സ് സംഗീത് എന്ന് പറഞ്ഞാൽ ലോഡ് ഓഫ് പാട്ടും ഡാൻസും ഒക്കെ ഉള്ളതാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ദ ഫാമിലീസ് ആൻഡ് സ്പെഷ്യലി തേജുവിന്റെയും മാലുവിന്റെയും ഡാഡ്, മോം, സിസ്റ്റർ, ബ്രദർ. സോ എല്ലാവർക്കും വെരി 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 വാം വെൽക്കം ആൻഡ് സോറി ഫോർ ദ വെരി സ്മോൾ ഡിലേ ദാറ്റ് വി ഹവ് ഹാഡ്. സോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആദ്യം തന്നെ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എ സോങ്. ആൻഡ് അത് പാടുന്നത് അനാമികയുടെ വെരി വെരി ക്ലോസ് ഫ്രണ്ട് ആണ്. ആൻഡ് ഷീ ഈസ് എൻ എക്സലന്റ് സിംഗർ. നിങ്ങൾ ഇൻസ്റ്റഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹർ എവ്രിവെയർ. ഷീ ഈസ് വൺ ആൻഡ് ഓൺലി സേബ. Check. Hi everybody, my name is Zeba. So it was a very last minute thing, so I'm just going to be singing without any music. So hope you enjoy. So this is a very beautiful melody from this movie called Godha, and it's sung by Gauri Lakshmi. So hope you enjoy. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനേ വെണ്ണിൽ മിന്നാനൊരുങ്ങുന്ന താരം, ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ, അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാലേ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്ന താരം,
നീയുള്ളിനുള്ളിൽ നീലരാവിന നറുവെള്ളിത്തിങ്കൾ നാളമായിടാ മഴത്തുള്ളിച്ചാടും പൊൻകിനാവില് ഒരു പുള്ളിക്കുയിലിൻ നീണമായിടാ അടുത്തൊരു മായ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ പോയൊരു നാളുകളായിരം നോവുകൾ നീന്തിയ മാനസമാകയുമിന്നൊരു മാമയിലാടണ പൂവനിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്ന താരം ഒരു തൂവൽ തിന്നലുമില്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാലേ തനനന തനനനനനന തനനനനനന തനന സാഹിബ തനനന തനനനനനന തനനനനനന തനന സാഹിബ തനനന തനനനനനന തനനനനനന തനന സാഹിബ തനനന തനനനനന തനനനനനന തനന സാഹിബ. ഒരു കൈയടിയും കൂടി വേണം ആ പെർഫോമൻസിന്. സോ എല്ലാവരും ഭയങ്കര ഒരു മൂഡിലിരിക്കാന്ന് അറിയാം. നല്ലൊരു പാട്ട്, അത് ജയ്ബ വളരെ വളരെ നന്നായി പാടി. ബട്ട് വി ഹാവ് ടു മൂവ് ഓൺ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രൈഡിന്റെ ബെസ്റ്റ് ഫ്രണ്ടും സിസ്റ്ററും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു എക്സലന്റ് ഡാൻസ് ആണ്. സോ നിങ്ങളൊക്കെ റെഡി അല്ലേ ഡാൻസിന്? കൈയടിയാണ് നിങ്ങളുടെ യെസ്. സോ അവര് പാട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. വല്യമ്മ, മാളവികയുടെ വല്യമ്മ, ഒരു 2 നിമിഷം സ്റ്റേജിലേക്ക് മാളവികയെ കുറിച്ച് ഒരു 2 വാക്ക്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. മാളവിക എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സാധനം. മാളവിക എന്ന് പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവളുടെ അനിയത്തി ഉണ്ടായപ്പോൾ ആദ്യം വന്ന് പറഞ്ഞത് വല്യമ്മയുടെ സാരി മുഴുവനും എനിക്ക് തന്നെയല്ലേ, അനിയത്തിക്കല്ലല്ലോ എന്നാണ്. അതാണ് മാളവിക. പൊന്നിയാണ് ഞങ്ങളുടെ എല്ലാം. വാവ്. സാരികൾ ഇപ്പോഴും ആരുടെ കയ്യിലാ? ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇനിയും തീരുമാനിക്കാണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും, ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് വന്ന ഒരാൾ കൈപൊക്കോ ആരെങ്കിലും? ഓക്കെ, അങ്കിൾ, തേജസ് കേൾക്കുമ്പോ ആദ്യം മനസ്സിലേക്ക് ഓടി എത്തുന്ന തേജസ് എന്താ പറയാ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഹരിയുടെ മകൻ, പിന്നെ ഞങ്ങളുടെയൊക്കെ കൂടെ, എൻ്റെ മക്കളുടെ കൂടെയൊക്കെ വളർന്ന തേജസ്. പിന്നെ തേജസിനെ പ്രത്യേകിച്ച് എന്തോ ഓർമ്മ വരികയെന്ന് ചോദിച്ചാൽ തേജസ് ഒരു ശാന്തനാണ്, അത്ര തന്നെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് തേജസിനെ ഡാൻസ് കളിപ്പിക്കുമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ഗായത്രി ആൻഡ് അനാമിക.
ഒരു കൈയടി കൂടെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു സംഭവം നമ്മൾ സംഗീതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മള് ബ്രൈഡ് വേഴ്സസ് ഗ്രൂം എന്നൊക്കെ ഒരു സംഭവം മനസ്സിലുണ്ട്. സോ നമ്മൾ രണ്ടുപേരും ഭയങ്കര അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആരാണ് കൂടുതൽ നന്നാവെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തായാലും അറ്റ് ദി എൻഡ് നമുക്ക് നോക്കാം ആരായിരിക്കും ഇവിടുത്തെ സ്റ്റേജ് കീഴ്പ്പെടുത്തി നമ്മളെയൊക്കെ രസിപ്പിക്കുന്നത്. ബട്ട് അതുകൊണ്ട് നമ്മൾ വി ഹാവ് ടു ഗോ ടു ദ ഗ്രൂം സൈഡ് പെർഫോമൻസസ്. അവര് ഭയങ്കര ചലഞ്ചിങ് ആണ്. എൻഗേജ്മെന്റ് ഓൾറെഡി നമുക്കത് നന്നായി അറിയാവുന്നതാണ്. ദേ ഗിവ് എ ഗുഡ് ഫൈറ്റ്. സോ അവരുടെ ആദ്യത്തെ പെർഫോമൻസിനായിട്ട് വി കോൾ അപ്പ് ഉത്തര ആൻഡ് നിതാര. And this is a tribute to Asha ji and Isai Puyal, A.R. Rahman. So, welcoming Uttara and Nitara to the stage. शहजादा मेरा दिलबर मेरा प्रेमी, कभी न कभी तो आएगा वो, कभी न कभी मैं बनूंगी उसकी। दुनिया में वो सबसे प्यारा, मेरी किस्मत का वो तारा, मेरे दिल का वो शहजादा मेरा दिलबर मेरा प्रेमी। कभी न कभी तो आएगा वो, कभी न कभी मैं बनूंगी उसकी। ओ दुनिया में वो सबसे प्यारा, मेरी किस्मत का वो तारा। സോ ഗൈസ്, നമുക്കിപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നത്, നമ്മുടെ ഗ്രൂം സൈഡ് പിള്ളേരെ ഇറക്കിയിരിക്കുകയാണ്. സോ ദേ ബ്രോട്ട് ദ കിഡ്സ് ടു ദ സ്റ്റേജ്. സോ നമ്മുടെ പെൺകുട്ടികളുടെ സൈഡും ഒട്ടും മോശമല്ലാത്തതുകൊണ്ട് വി ആർ ബ്രിങ്ങിങ് എ കുട്ടി പട്ടാളം ടു ദ സ്റ്റേജ്. ആൻഡ് ഐ വെൽക്കം ദേവ്യാനി ഓൺ സ്റ്റേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ദേവ്യാനോട് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഓക്കെ, ദേവ്യാനി, പൊന്നു ചേച്ചിനെ കുറിച്ച് ദേവ്യാനി രണ്ട് വാക്ക് പറയോ?
പൊന്നിച്ചേച്ചിയെ കുറിച്ച് വലിയ രണ്ട് കാര്യങ്ങളൊന്നുമില്ല. പൊന്നിച്ചേച്ചി ചേച്ചിയുടെ എന്തുകൊണ്ട് ഇഷ്ടം എന്ന് പറയും? പൊന്നിച്ചേച്ചി എന്തുകൊണ്ട് ഇഷ്ടം എന്ന് പറഞ്ഞു. ചോക്ലേറ്റ് കൊണ്ടു തരാറുണ്ടോ? ദുബായിൽ കൊണ്ടു തരാറുണ്ട്. അപ്പൊ പൊന്നു ചേച്ചിയോട് എന്താ പറയാനുള്ളത്? ഐ ലവ് യു പറയും. പൊന്നിച്ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്, അത് ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് കൊടുക്കുന്നു. ഐ ലവ് യു. അപ്പോ സോ നമ്മളും കുട്ടിപ്പടാൽ തിരക്കിക്കാണ്. അതിനൊരു വലിയ വലിയ കയ്യടി വേണം. സ്വർഗ
ആ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്. എല്ലാവരും ഒരു കൈ കൂടെ. ആ കുട്ടി വളരെ ഓൺ ദ സ്പോട്ട് ചെയ്തതാണ്. സോ അത്രയും നന്നായിരുന്നു. സോ ഇനി നമ്മൾ പോവാൻ പോകുന്നത് ഒരു പാട്ടിലേക്കാണ്. സോ നമ്മൾ 2-3 ഡാൻസ് കണ്ടൊന്ന് ഇതായിട്ടിരിക്കാന്ന് എനിക്കറിയാം. ബട്ട് നമ്മൾ പോകുന്നത് ഇനി പാട്ടിലേക്കാണ്. ആൻഡ് പാടാൻ വരുന്നത് അനന്തു ആണ്. സോ വി വെൽക്കം അനന്തു ഓൺ ടു ദ സ്റ്റേജ്. പക്ഷെ അനന്തുവിനെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. നമുക്ക് തേജുവിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോ തേജു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത്? തേജു എന്ന് പറയുമ്പോ ആള് പാവാണ്, പൊളിയാണ്, അങ്ങനെ കൊറേ പേരുണ്ട്. തല്ലിടാറുണ്ടോ നിങ്ങള്? ആയിക്കോട്ടെ. അപ്പൊ നമ്മളിനി പോകുന്ന അനന്തുവിന്റെ സിംഗിങ്ങിലേക്കാണ്. എല്ലാരും ഒരു കൈയടി കൂടിയും കൊടുത്ത് പ്ലീസ് വെൽക്കം അനന്തു ഓൺ ടു ദ സ്റ്റേജ്. ഹലോ എവരിവൺ. അപ്പം ഞാനിന്നൊരു എവർഗ്രീൻ മലയാളം പാട്ടോടാം. എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കണു. മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി തിരകളും തീരവും ഹൃദയവും വാചാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. ഈളം തെന്നലേ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാനമേ ഇതു മുമ്പു നാം പ്രണയാർദ്രമായി പറയാൻ മറന്ന കഥയോ. മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി. താങ്ക് യു. ഓക്കെ, അപ്പോ ആ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അനന്ത് നന്നായി പാടി. ഇറ്റ് വാസ് എ ലവ്ലി റെൻഡറിങ് ആൻഡ് വെരി നൈസ് സോങ്. സോ നമുക്ക് ഇവിടെ ആക്ച്വലി പരിചയമില്ലാത്ത 2-3 ഗെസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് അവരോട് വീൽ ആസ്ക് അബൌട്ട് തേജസ്. ഹായ്, ഹലോ. സോ യു നോ തേജസ്, റൈറ്റ്? So we would like to know few things about him. So would you like to tell him how he is and how you guys know him, and you've come down for his wedding, so you could talk about that and how you're liking the experience right now. A few words, please. Hello everybody. I'm very happy to be here and thank you to Jay for inviting us. Thank you the family for accepting us. It's like our first experience in India, and for this wedding we're really honored. So I don't know exactly well, just it's my husband, he is working with the TJ, so but TJ was very nice. He invited us, he helped us with everything. He just so much cared, and just thank you everybody. It's just really pleasure to be here. Thank you so much for being here from so far. Thank you. Well, once again, thank you for accepting us. Thank you for invitation. And my name is Anton. I'm TJ's colleague, and he's probably one of the smartest young professionals on our team. And we hope he will have stunning career in our company. He is very high valued and very respected part of the team. So he has a bright future, and we are happy to be here. And thank you everyone. Beautiful country, beautiful place. Enjoy every minute here. So thank you very much, all of you. Thank you so much. I hope you're liking today's evening and our country. Thank you. Hi
ഗുഡ് ഈവനിങ്. ഇത്ര നേരം നമ്മുടെ ആങ്കർ കുറെ നേരം വളവളാന്ന് അടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമുക്കിനി നമ്മുടെ ആങ്കർ തന്നെ ഒരു പാട്ട് പാടി തരാൻ പോവാണ്. ഷീസ് എ ഗ്രേറ്റ് സിംഗർ ആൻഡ് ഷീസ് ഓൾസോ വൺ ഓഫ് മാതൃകാസ് ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ നമുക്കിനി വലിയൊരു കൈയടി ഈ കുട്ടിയും കൂടി കൊടുക്കാം. അപ്പൊ സോ ഇത് ഭയങ്കര ഇംപ്രോംപ്റ്റു ആണ്. സോ it's a lovely song. It's from the movie Tattathin Marayathu. It's been a long since it released and എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ്. So I hope you guys enjoy it. And ഗായത്രി പറഞ്ഞതിൽ ഒരു തീർത്തുണ്ട്, ഞാൻ ഭയങ്കര പാട്ടുകാരിയല്ല. So going to the song. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം, മൂടൽ മഞ്ഞിൽ കുളിരുള്ള പുലരി തൻ പാടി പാടി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവും അണയും, ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമായി. ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവും അണയും, ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമായി. പൂവിൻ്റെ മാറിലോ നറുവാത്തൊരു നറുതേത്തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ നിറമാത്തൊരാൾ മുഖമെന്നെന്നും നീ പറയൂ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം, മൂടൽ മഞ്ഞിൽ കുളിരുള്ള പുലരി തൻ പാടി പാടി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത പെർഫോമൻസിലേക്ക് പോവാണ്. സോ നമ്മുടെ അടുത്ത പാട്ട് പാടുന്നത് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. നേരത്തെ വന്ന് ഓൾറെഡി ആടി അടിപൊളിയായിട്ട് പാടി നിങ്ങളൊക്കെ കയ്യടി കൊടുത്ത് ഒരുപാട് സ്നേഹം കൊടുത്തതാണ്. സോ വി വെൽക്കം വൺസ് അഗെയിൻ ഓൺ ടു ദ സ്റ്റേജ് സെബ. സെബ, വി വോണ്ട് യു ഹിയർ. ദേ ആർ മിസ്സിംഗ് യുവർ വോയിസ്. എല്ലാവരും ഒരു കയ്യടി. നിങ്ങളുടെ ഓരോ കയ്യടിയാണ് അവർക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യാനുള്ള ആ ഒരു എൻകറേജ്മെന്റ് കൊടുക്കുന്നത്. സോ ആഫ്റ്റർ എവറി പെർഫോമൻസ് പ്ലീസ് ഡു ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദം. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നിരിക്കുകയാണ്. സോ ഇനി ഞാൻ പഠിക്കാൻ പോകുന്ന ആരാന്ന് ഞാനൊന്ന് ഇങ്ങനെ നോക്കട്ടെ. മാളുവിനെ അറിയുന്ന ഒരാൾ കൈപൊക്കോ? മാളുവിന് ക്ലോസ് ആയിട്ടുള്ള. നമ്മൾ നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്താണല്ലോ. അപ്പോ സത്യമായിട്ടും മാളുവിനെ അറിയുന്ന ഒരാൾ കൈപൊക്കണം. വല്യമ്മ എന്നെ സഹായിക്കൂ. ഇവിടെ മാളുവിനെ അറിയുന്ന ഒരാൾ കൈ കാണിച്ചു, ചൂണ്ടിക്കാണിച്ചു. പാർഷ്യാലിറ്റി പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഏരിയ കിട്ടിയിരിക്കുകയാണ്. സോ നമ്മൾ ധന്യ ചേച്ചിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് മാളുവിന്റെ ഏറ്റവും ഒരു കുറുമ്പ്, അത് നമ്മൾ അറിഞ്ഞിട്ട് പ്രൊഫഷണൽ ടൈപ്പ് ഞാൻ പറയാം. മാളവിക ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ്.
ടീച്ചറെന്ന് പറയാൻ പറ്റില്ല, കൗൺസിലറാണ്. ആക്ച്വലി സ്പീക്കിംഗ് മാളവികയെ കാണുമ്പോൾ ഒരു ഭയങ്കര റെസ്പെക്റ്റ് തോന്നും. കാരണം പഠിച്ച സ്കൂളിൽ തന്നെ വന്ന് അതേ സ്കൂളിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു ഹർ. പിന്നെ വളരെ ചെറിയ കുട്ടി, ആ പ്രായത്തിൽ തന്നെ അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി. കൗൺസിലർ എന്ന് പറയുന്ന ഒരു നോർമൽ ടീച്ചിങ് പോലുള്ള ഒരു കാര്യമല്ല, കുട്ടികളുടെ മൈൻഡിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. സോ ഐ എം സോ റെസ്പെക്ട്ഫുൾ ഫോർ ഹർ ജോബ് ആസ് വെൽ ആസ് ഹർ ബിഹേവിയർ. ഷീ ഈസ് വെരി ഡെഡിക്കേറ്റഡ്, nice, very calm. According to my knowledge, Sindhu should say what exactly she is. But anyway, she's very, very nice girl. Oh, so we have one more. വേറൊരു ടീച്ചറും കൂടെ ഉണ്ട്. രാധാ മാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹലോ മാം. ഇവരെയൊക്കെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് യൂണിഫോം ഇട്ട അതേ ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ. മാളവികയെ ഞാൻ മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇവരെല്ലാവരെയും. അപ്പം ഇന്ന് ഇവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും ദിസ് ഇസ് ദ എന്താ പറയുക, ഒരു ടീച്ചിങ് ജോബിലുള്ള ഒരു ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണിത്. യുനോ, ലൈക്ക് യു ഫീൽ സോ പ്രൗഡ് വെൻ യു സീ യുവർ കിഡ്സ് ഗ്രോയിങ് അപ്പ് ലൈക്ക് ദിസ്. ദിസ് ഇസ് ദ ബെസ്റ്റ് അവാർഡ് വി ഗെറ്റ്. Thank you. All the best wishes to Malavika and Tejas. Thank you so much. മാം മാത്സ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ആൻഡ് മാളവിക സബ്ജക്റ്റിൽ വളരെ നല്ലതായതുകൊണ്ടും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചൊരു സബ്ജക്റ്റാണ്. ഓക്കെ, സോ ആ രണ്ട് ടീച്ചേഴ്സിനും വെരി വെരി താങ്ക് യു. ധന്യ മാമിനും രാധ മാമിനും ടു യുനോ മാളവികനെ കുറിച്ച് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. സോ ഇപ്പൊ നമ്മൾ വി ആർ മൂവിങ് ടു ദ സോങ്. സോ നമ്മൾ സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അപ്പോഴാണ് കുറച്ച് ടെക്നിക്കൽ ഗ്ലിച്ച് വന്നത്. സോ വി ആർ കണ്ടിന്യൂയിങ് ദ സോങ്. വി കോൾ upon Zeba to the stage. Guys, please put a round of applause for her. So check. So I'm sure you guys have been listening to a lot of recent new songs. So I thought I'll sing a couple of songs for a couple of familiar faces in the crowd. So this is a very old Malayalam song. Sung by Chitra Chechi from the movie Chamayam. So yeah, hope you enjoy. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ, ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ? എൻ്റെ ആത്മരാഗം കേട്ടു നിന്നുവോ? വരുമെന്നൊരു കുറിമാനം തന്നുവോ? നാഥൻ വരുമോ? പറയൂ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ?
Thank you. സോ അതൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആസ് യൂഷ്വൽ സെബ നമ്മളെല്ലാവരും വീണ്ടും വിത്ത് ഹർ മ്യൂസിക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കുറെ നേരം ഇപ്പോൾ ഐ നോ ഓൾ ഓഫ് യു ഹവ് ബീൻ വെയിറ്റിംഗ് ബ്രൈഡും ഗ്രൂമിനും വേണ്ടി. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവര് എന്ത് ചെയ്യാനാ, ഒരുപാട് സമയം എടുക്കാം. സുന്ദരികളും സുന്ദരന്മാരായിട്ട് പോലും കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളും ആവാനാണ് അവിടെ ഇരിക്കുന്നത്. സോ ബട്ട് ദേ റെഡി, ദേ കമ്മിങ്. സോ അവരെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. സോ അവർ നടന്നു വരികയാണ്. സോ കുറച്ചും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ഐ നോ ഓൾ ഓഫ് യു. പക്ഷെ ജനറലി നിങ്ങൾക്ക് ഇതുവരെയുള്ള പരിപാടികളൊക്കെ ഇഷ്ടാവുന്നുണ്ടോ? ഇഷ്ടാവുണ്ടെങ്കിൽ ഒരു കൈയടിക്കണം. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് so they're here. Guys, put your hands together for the bride and groom, Tejas and Malvika. मतलबी दुनिया की सुनता है क्यों, खुद की भी सुन ले कभी. Okay, so we waited so long for the bride. It's only fair to see her really well with the groom. So come on stage. भी हो जाए कुछ देर ये दिल भी खो जाए, बेफिक्र धड़कने इस तरह से चले, शोर गूंजे यहाँ से वहाँ. सूरज डूबा है यारो तो घुट नशे के मारो, रास्ते भुला दो सारे घर बार के. सूरज डूबा है यारो तो घुट नशे के मारो, गम तुम भुला दो सारे संसार के. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിവിടെ ഇന്ന് നമ്മുടെ മെയിൻ ഇവന്റ്സിലേക്ക് കടക്കാണ്. ആൻഡ് ഇത്രയും നേരം മെയിൻ ഇവന്റ്സ് ആയിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് ബീൻ എൻജോയിങ് ഇറ്റ്. And I think Malvika missed a lot of our nice performance. Hope you get to see it from the video. But നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് സോങ്ങിലേക്കാണ്. And I invite the groom side for the group song. Guys, ഒരു applause. Hello everyone. So I'm dedicating this song to Tej Chetan and Malvi Chechi. So let's begin. आवाज़ है तुम सुनने तो आओ कभी, जो कर तुम्हें गिर जाएगी, डर इनको बुलाओ कभी. बेकरार है बात करने को, कहने दो इनको जरा. तेरी मेरी खामोशियाँ, खामोशियाँ लिपटी हुई खामोशियाँ. कभी तेरा जाना हुआ, जहाँ से ज़माने को गुज़रे ज़माना हुआ. मेरा समय तो वहीं पे ठहरा हुआ. बताओ तुम्हें क्या मेरे साथ क्या क्या हुआ. खामोशियाँ एक सांस है, तुम को मिलाओ जरा. खामोशियाँ
कभी यहाँ गुनगुना ले जरा, बेकरार है बात करने को, कहने दो इनको जरा, खामोशियाँ तेरी मेरी, खामोशियाँ खामोशियाँ लिपटी हुई खामोशियाँ. ദാനന്ദു നിർത്തിയ എന്താ ഇഷ്ടം നിനക്ക് ഇത്ര വിഷമം? സിംഗ് ഹാപ്പി സോങ് മാൻ. ഒരു നാടൻ പാട്ടായാലോ നമുക്ക്? മറ്റൊടിയാലേ പൊളിക്കാം. റെഡി? ആരാധകരെ ശാന്തരാവൂ, ഇപ്പൊ വരും. 1 2 3 4. ആലായാൽ തറ വീണം, അടുത്തോരമ്പലം വീണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വീണം, അടുത്തോരമ്പലം വീണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നാകം തൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വീണം, അടുത്തോരമ്പലം വീണം, ആലിനു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മനം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനി മകളായാൽ അടക്കം വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. Bro, let's put on the rhythm of Trishur. Ready? 1 2 3 4. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, തിമിലയെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്തേ നീയും പോര് തൃശ്ശിവ പേരൂർ പൂരം കാണാൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ അതൊരു അടിപൊളി പാട്ടായിരുന്നു. സോ ഗ്രൂമിന്റെ ബ്രദർ അനന്തു, വെരി 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 നൈസ് പെർഫോമൻസ് ഗൈസ്. ഒരു കൈയ്യടിയും കൂടെ. And especially being from Thrissur, the last song was really touching, and hats off to Thrissur Puram. It's always held it bangara adivulaite, and it's each year getting better and better. So noting on that, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിച്ചറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അതൊക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ ജീവിതത്തിലേക്ക് ഒന്ന് നുഴഞ്ഞു നോക്കാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ ഇനി മാളുവിനോട്, സോ നമുക്ക് എല്ലാവർക്കും ഒരു ഫാക്ടർ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു സാധനം എന്തായാലും നമ്മൾ ഓക്കെ ഇത് കണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഐ എം സെലക്ടിങ് ഹിം നമ്മൾ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. സോ അതെന്താന്ന് നമുക്ക് മാളുവിനോട് ആദ്യം ചോദിച്ചറിയാം. തേജുവിനെ ആദ്യം കണ്ടപ്പോൾ കാണുന്നതിൻ്റെ അല്ല, സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഐ തിങ്ക് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് വാസ് ഞാൻ ജനറലി കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ആളാണ്. സോ ദെൻ എൻ്റെ ഒരു മണ്ടത്തരത്തിലൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ദാറ്റ് വേ വെരി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ടീവ്. ജനറലി അല്ലാണ്ടുള്ള കാര്യങ്ങൾക്കും ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വെരി എന്താ പറയുക, എല്ലാത്തിനും ഓക്കെ. ഇപ്പം ഞാനാണെങ്കിലും ചില സമയം വിചാരിക്കും ചെയ്യണോ വേണ്ടോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഹിസ് ലൈക്ക് നോ 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 യു ഷുഡ് ഡു ഇറ്റ്. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്താണെന്നാണ് നമുക്ക് വിൽ ഗോ എക്സ്പ്ലോർ എന്നുള്ളത്
that way he's very supportive. So I think that's a great quality in somebody that, you know, I'm going to marry. So yeah. സി ജനറലി നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്ന ഗ്രൂമിന്റെ സൈഡിൽ നിന്നും കൂടെയാണ് ലൈക്ക് അവരെന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഭാഗം അടിപൊളിയായതുകൊണ്ട് അങ്ങനെ യുനോ എല്ലാം നല്ലതായതുകൊണ്ട് ഞാനങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഈവൻ ഹീൽ ഹാവ് വൺ തിങ് ടു സേ ബട്ട് ആൻഡ് വി ഓൾ ഹാവ് ടു ഹിയർ ദാറ്റ്. I think one attractive feature of Malu തീർച്ചയായിട്ടും സൗന്ദര്യം. കാണാൻ ഭയങ്കര ഭംഗിയുള്ള ആളാണ്. പിന്നെ രണ്ടാമത്തെ എൻ്റെ പൊക്കത്തിന് പറ്റിയ ഒരാളാണ്. എനിക്ക് വലിയ പൊക്കമില്ല, അപ്പോൾ പറ്റിയ ഒരാളാണ്. ഈ 2 ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ബട്ട് ഐ വിഷ് ബോത്ത് ഓഫ് ദം ഹാവ് എ റിയലി റിയലി ഹാപ്പി മാരിഡ് ലൈഫ് ആൻഡ് ഹോപ്പിംഗ് എവ്രി വൺ വിഷസ് ദ സെയിം ടു. അപ്പൊ പക്ഷേ ഈ നോട്ടിൽ നമ്മൾ അടുത്ത പെർഫോമൻസിലേക്ക് പോവാണ്. ആൻഡ് ദ നെക്സ്റ്റ് പെർഫോമൻസ് ഒരു ഡാൻസ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് തിമിർത്താടാൻ വരുന്നത് ഗായത്രി ആണ്. സോ let's welcome Gayatri. And ഇതിലൊരു സർപ്രൈസ് ഫാക്ടർ ഉണ്ട്. ഐ നോ ഓൾ ഓഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ദ ബ്രൈഡ് ടു ഡാൻസ്. മാൽവിക ഒരു അടിപൊളി ഡാൻസർ ആണ് ആൻഡ് ഐ തിങ്ക് സോ കുറെ ആൾക്കാർക്ക് അറിയാതെ. ബട്ട് ടുഡേ വി ആർ ഗോണ സീ സംതിങ് മോർ, സംതിങ് സ്പൈസി, സംതിങ് വെരി വെരി നൈസ്. വെൽക്കമിങ് മാൽവിക ആൻഡ് ഗായത്രി ഓൺ ടു ദ സ്റ്റേജ്. ഗൈസ്, എ റൗണ്ട് ഓഫ് അപ്ലോസ്. അവർ ഒരുപാട് ഈ സാരി ഒക്കെ കൊടുത്ത് കുട്ടി കളിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. What the hell are you doing here?
cappuccino, coffee, Sofia. Sharab pole, puli puli kolumbo. Sharon nilavai, puli puli kulikku. Chira chira moriye, napinan muttamalla ullasapuram. Chira chira moriye, napinan muttamalla ullasapuram. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അത്. മാൽവിക സോ പ്രൗഡ്. ഹീൽസിലാണ് അത് കളിച്ചത്. സോ വെരി ഡിഫിക്കൾട്ട്. ഹീൽസ് സാരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാറ്റ്സ് ഓഫ് ഗായത്രി, അടിപൊളിയായിരുന്നു. പക്ഷേ ഇനി നമ്മൾ പോകുന്ന ഒരു സർപ്രൈസ് ഡാൻസ് പെർഫോമൻസ്. ആക്ച്വലി ഒരു സർപ്രൈസ് ആണ് പോകുന്നത്. ആൻഡ് ലെറ്റ്സ് സീ ഹൂ ഇസ് ഗിവിംഗ് ഇറ്റ്. സോ ഓക്കെ, അപ്പൊ എന്നോട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാനാ പറയുന്നത് സർപ്രൈസിന് വേണ്ടി. അപ്പൊ ഞാൻ പോവാണ്. ടാറ്റാ. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. അയ്യോ, അങ്ങനല്ലേ എന്താ പഠിച്ചവനെ പേജ് മാറുക. അങ്ങനെ അല്ലാത്ത പേജ് മാറിപ്പോയത് അതുപോലെ. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. മക്കളെ കേറുക. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഈ തങ്കയാണ് ഞാൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. അയ്യോ, ഞാൻ ബാച്ചിലറാ. അറബിയിലൊരു ചൊല്ലുണ്ട്, قلبي الحب اللي فيه طول عمره يبغيها. بركة حبيبي خلاص خلينا نكون مع بعضينا. نغمة صوتها مزيكا، الخطوة الماشية انتكا. ماشي غريبة كل الناس يحسدوني عليها. انا فيهم راغروا من حياتنا راغروا. انت لي اغلى من هوا ونعيشوا سوا، ربي يخليك لي. راح نبقى وعشران طول زمان ودايما بحبتنا. اهوي كل رمضان وفي جنان اللي ناوي برا. പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു മേളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. നീ അറിഞ്ഞോ പെണ്ണ്
പാരിച്ചോപ്തിയായോ തുലത്തുച്ചോ മോഹിച്ചല്ലോ ഞാൻ കാറ്റുപോയോ പെണ്ണ് ഇഷ്ടബന്ധം നീയേ ഉള്ളിൽ തള്ളിച്ചാരും പൂക്കും കണ്ണം പിന്നം ചടപടയോളം കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം പ്രക്ഷോഭനം ദൃഷ്ടാടനം കേട്ടോ നിന്റെ കാതിൽ വരുമേളനം ദൃഷ്ടാപമായി ദുഃഖോദയം नचदी नचदी रुकना रुकदी नचदी ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ തുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊന്മരമേ തേൻവണ്ടുല മലരേ തേൻവണ്ടുല अरे तू किसको धमकी दे रहा रे? अपनी औकात मेरा नहीं तो तेरा पीछा खोल दूंगा मैं। सियारा लियोनी से खोलते अंगोला को झाड़ू मार के वाया नैरोबी वाया मोगादिशु। अगर संगानी ये कंसाइनमेंट पोरबंदर लेकर आए तो मैं देखता हूँ कि कौन इसको बिकने से रोक सकता है। तू कौन है पहले ये बता। संगानी की खिचड़ी में चम्मच डालने वाले कौन है तू? कौन है तू बोल। हरी तेजस हरी തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു വതാരസയായി ഇന്ന് പ്രേമം പൊക്കും മുകിലിന്നേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി ഇന്ന് തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു വതാരസയായി ഇന്ന് പ്രേമം പൊക്കും മുകിലിന്നേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി നാളേറെ കാത്തിട്ടും നീ വന്നില്ല പോലെ വേഗം നേരം പോയില്ല നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ചില്ലം ഇല്ലാല മാറത്തെ മൈനെ നീ പേരെ കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ ആകാശം വീശുകൊണ്ട് മേഘത്തുവാലാ ഞാനില്ലേ ചില്ലം ഇല്ലാല
അതൊരു വല്ലാത്ത പെർഫോമൻസ് ആയിപ്പോയി. കണ്ണൊന്നും കാണുന്നില്ല, അത്ര അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കൈയടി കൂടി കൊടുക്കണം, കാരണം അത് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ, അമേസിങ്, വാസ് ഗ്രേറ്റ് സീയിങ് യു ഡാൻസ്. നല്ല രസമുണ്ടായിരുന്നു. സോ പക്ഷെ അത് തേജു മാളവികയ്ക്ക് വേണ്ടി മാത്രം ചെയ്താണ്, കാരണം ഡാൻസ് ഒട്ടും അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. സോ ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഡെഡിക്കേഷൻ. സോ അതിനും കൂടെ ഒരു കൈയടി. ബട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെൺകുട്ടികളുടെ ഒരു തീപാറും പെർഫോമൻസ് ആണ്. സോ ദ ഗേൾസ് ആർ ഗോയിങ് ടു പുട്ട് ദ സ്റ്റേജ് ഓൺ ഫയർ, ബിക്കോസ് ഇതിന് നല്ലൊരു മറുപടി കൊടുത്തിരിക്കണം. സോ അതിനുവേണ്ടി ഒരു വലിയ കൈയടി ഗൈസ്. The girls are here. കുഴല് തന്തനത്തനം പാടി വാ, പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട്ട കേറി വാ, അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം, അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം, തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയ പോവുമേ ഹര ഹരോ ഹര പാവാൻ സുന്ദരിയേ മുത്താമുന്തിരിയേ പാവാൻ സുന്ദരിയേ മുത്താമുന്തിരിയേ. ആടി വിളിച്ച കൂട്ടിനു വരുമോ നീ? മുട്ടും തട്ടും ദാഹം നോക്കി നിന്നാൽ കണ്ണും കണ്ണും പിടിവിടും കാലം, പെണ്ണായ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടനടയ്ക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം നടപ്പ് താളം, പെൺമഴക്കടിച്ചാലതും താളം, പെൺമോടിയും താളം, പെണ്ണോടിടയും മുളതവതാളം.
ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. വെൺപുലരികൾ പൊൻകസവിടും ഇന്ദ്രനീല മേഘമെന്റെ ദൂതുപോയ ഹംസമായി. സോ നിങ്ങൾക്ക് വേണ്ടി I'll sing a nice song. ഒരു നമ്മൾക്ക് നല്ലോണം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സോ ഗോയിങ് ഓൺ ടു ദാറ്റ്. കുട്ടനാട് കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തീപടും കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം. വീമ്പനാട്ട് കായല് തിരകൾ വിളിക്കുന്നു തകതിമിതുമൃതേ. അമ്പിളി ചുണ്ടൻ വെള്ളം കുതിക്കുന്നു തകതിമിതുമൃതേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയും കാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തീര 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 ചെറു തീര തുള്ളും തീര 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 മറുതീര തുള്ളും ചെറുകരയോളം മറുകരയോളം. തീര 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 ചെറു തീര തുള്ളും തീര 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 മറുതീര തുള്ളും ചെറുകരയോളം മറുകരയോളം. ഒരു തീര തീര ഇരുതീര തീര ചെറുതീര തീര മറുതീര തീര കടയോട് തീരമല്ലേ കടലിന്റെ കഥ തീരയോട് കഥ മൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമ്പി പദം പറഞ്ഞി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. താങ്ക് യു. Okay, so while we keep waiting for them, നമ്മുടെ ഒരു വെരി ഡിയർ റിലേറ്റീവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി വെൽക്കം സോമൻ അങ്കിൾ ഓൺ ടു ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഞാനും രാജശേഖരനും മാളവിക, സിന്ധു, അനാമിക ഞങ്ങളെല്ലാവരും ദുബായിൽ മിക്കവാറും ഒന്നിച്ചു കൂടുന്ന ആൾക്കാരായിരുന്നു. അനാമികയാണ് എനിക്ക് കൂടുതൽ പരിചയം, കാരണം മാളവിക മിക്കവാറും നാട്ടിലൊക്കെ ആയിരുന്നു. എനിവേ ഞാനൊരു പഴയ പാട്ട് പാടാം. ഞങ്ങൾ സാധാരണ ദുബായിൽ ഈ കുടുംബ സദസ്സുകളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. പ്രൊഫഷണലൊന്നുമല്ല, അമച്വർ, അത്രയേ ഉള്ളൂ. തപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം. തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം. കണ്ണാടി പോലെ മിന്നും കാഞ്ചിപുരം സാരി ചുറ്റി കണ്ണാടി പോലെ മിന്നും കാഞ്ചിപുരം സാരി ചുറ്റി കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണിമാല ചാർത്തി
അന്നമ്പോൾ നടന്നു പോകും അഭിരാമി നിന്റെ ആരാമമൊന്നു കാണാൻ മോഹമായി എനിക്കു മോഹമായി കൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം കണ്ണിനാൽ കവിത ചൊല്ലും കാമസേനെ നിന്നഴകിൽ കണ്ണിനാൽ കവിത ചൊല്ലും കാമസേനെ നിന്നഴകിൽ കാണാത്ത കഥകളിതൻ മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ കരളിലെ മതിലകത്ത് പമ്പമേളം പിന്നെ കല്യാണ പന്തലിലെ തകിലുമേളം നല്ല തകിലുമേളം തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം. താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ഗെയിമിലേക്ക് പോവാണ്. എല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ് യു ഹാവിംഗ് എ നൈസ് നൈറ്റ് വൺസ് അഗൈൻ. അപ്പൊ നമ്മൾ ഇനി ഒരു നല്ലൊരു ഗെയിമിലേക്ക് പോവാണ്. സോ ആദ്യം തന്നെ ഗെയിമിനായിട്ട് ഐ വെൽക്കം മാൽവിക ആൻഡ് തേജസ് ടു ദ സ്റ്റേജ്. കൈയടിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ആ കൈയടികൾ എനിക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ കളിക്കാൻ പോകുന്ന കളി, സോ നമ്മൾ ഈ പൊരുത്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ നമ്മളൊക്കെ അത് സാധാരണ ജാതകം നോക്കിയിട്ടാണ് കണ്ടുപിടിക്കാറ്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടൊരു കളി ഉണ്ടാക്കാണ്. സോ ഞാൻ ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളില് ആർക്കാണോ അവരത് നന്നായി ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നണതെങ്കിൽ അവരത് ഒരു സോ മാളവികയുടെ കയ്യിൽ ഒരു പെൺകുട്ടിയുടെ ചെരുപ്പുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ആൻഡ് മാളവികയുടെ കയ്യിൽ ഒരു ആൺകുട്ടിയുടെ ചെരുപ്പും ഉണ്ടാവും. ഓക്കെ, സോ ഞാൻ നിനക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ബിഫോർ വി സ്റ്റാർട്ട് അതിന്റെ ഒറിജിനൽ കളി. സോ ഇപ്പൊ സപ്പോസ് വീട്ടിൽ നിന്ന് കൂടുതൽ പെട്ടെന്ന് ആരാണ് റെഡിയായി ഇറങ്ങണേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും മനസ്സിലൊരു ഉത്തരം ഉണ്ടാവും. ആ ഉത്തരങ്ങൾ മാച്ച് ആവണമെങ്കിൽ നിങ്ങൾ ഒരു കയ്യടി കൊടുക്കണം. മാച്ച് അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. സോ അവര് ഇപ്പൊ തേജു ആണ് സമയത്തിന് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങണേന്ന് പറഞ്ഞാൽ അവര് തേജു ആൺകുട്ടിയുടെ ഷൂ പൊക്കും. ആൻഡ് അത് മാൾവികയും ആൺകുട്ടിയുടെ ഷൂ ആണ് പൊക്കുന്നെങ്കിൽ അവർ തമ്മിൽ 10-10 മനപ്പൊരുത്തം. ഓക്കെ, സോ അതാണ് നമ്മൾ കളി. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദ ഗെയിം. അപ്പൊ നമ്മൾ കളിയിലേക്ക് പോവാണ്. കൂടുതൽ വർത്താനം പറഞ്ഞിരിക്കുന്ന ആരാണ്? ഓഫ്കോഴ്സ് നമ്മുടെ പൊന്നി ഒരു ടേപ്പ് റെക്കോർഡറാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായാൽ ആരാണ് ആദ്യം സോറി പറയുന്നത്? ഇത്ര ലേറ്റ് ആവാൻ പറ്റില്ല, പെട്ടെന്ന് പോക്കണം, കോപ്പി അടിക്കാനും പറ്റില്ല. അപ്പൊ തെറ്റിയിരിക്കാണ്. അതെന്താ പറഞ്ഞ? ഐ സേ സോറി ഫസ്റ്റ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയിരിക്കാണ്. ഓക്കെ, പിന്നെ കൂടുതൽ ഇപ്പൊ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചാൽ ഏറ്റവും കൂടുതൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന വ്യക്തി ഏതാ? ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചാൽ ആദ്യം ഒരു ടബ് കാലിയാക്കുന്നത് ആരാണ്? വളരെ നല്ലത്. രണ്ടുപേരും വേറെ വേറെ ഉത്തരം തന്നിരിക്കുകയാണ്. നമ്മൾ ഒന്നും കൂടെ ഇതൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ,
ഇനി അതെന്തുകൊണ്ടാ? Why do you think he finishes the tub first? Yeah, because he doesn't want to give me. അതുകൊണ്ട് തന്നെ ആദ്യമേ കഴിച്ചു തീർക്കും. ഓക്കെ, സത്യമായിട്ട് രണ്ടുപേരും കളിക്കണം എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കുടുംബജീവിതത്തിലേക്ക് പോവാണ്. ഇനി അങ്ങോട്ട് ഭക്ഷണമൊക്കെ സ്വന്തമായി വെക്കേണ്ടി വരും. സോ ആരാണ് ഇതിൽ നല്ലൊരു കുക്ക്? എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അവരുടെ ഭർത്താക്കന്മാർ നന്നായി ഫുഡ് വെക്കണത്. സോ മാളൂരിന് നല്ലൊരു ഭാഗ്യമുണ്ട്. ഓ, കുക്ക് ചെയ്ത് കൊടുക്കില്ല, അപ്പോ ഇനിയിപ്പോ സ്വന്തമായിട്ട് വെക്കേണ്ടി വരും. ഓക്കെ, കുക്ക് ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. നമുക്കത് നോക്കാം എന്താ ഉണ്ടാവുക അത്. ഓക്കെ, ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആരാണ്? ബെസ്റ്റ്. വീണ്ടും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ശരിയാക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയപ്പോ ആദ്യം ആരാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്? ഓക്കെ, നമ്മള് തേജു ആണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വന്നാൽ ആരെ സമാധാനിപ്പിക്കാനാണ് കൂടുതൽ എളുപ്പം? ഇവിടെ നമ്മൾ ഒന്നും കൂടെ ഉത്തരം തെറ്റിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അലിയുന്ന മനസ്സായതുകൊണ്ട് എന്റെ വേഗം അലിയും. അതിന് തേജസ്സിന് എന്തോ പറയാനുണ്ട് അതിന് ഉത്തരമായിട്ട്. അല്ല, എൻ്റെ വല്യച്ഛൻ സത്യം പറയണ ആള് പറഞ്ഞു ഞാനൊരു ശാന്തനാണ്, അതുകൊണ്ട്. ഓക്കെ, അത് ശരിയാ, വല്യച്ഛൻ. പക്ഷെ എനിക്കറിയാം മാളു പാവാണ് ആക്ച്വലി. കൂടുതൽ പൈസ സാധനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് ആരാണ്? വീണ്ടും തെറ്റി. നിങ്ങൾ ഒരു ഉത്തരെങ്കിലും ഇനി ശരിയാക്കിയേ പറ്റൂ. ഞാൻ ഉത്തരം പറഞ്ഞുതരട്ടെ, ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, വീണ്ടും മാൾവിക സ്പെൻസ് മോർ. അപ്പോ തേജസ്സിന് വലിയൊരു കടബാധ്യതയിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാളു ചെറുത് വാങ്ങിക്കും, തേജസ് ഒറ്റയടിക്ക് വലുത് വാങ്ങിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നിങ്ങളിൽ കൂടുതൽ ഉറങ്ങുന്നത് ആരാണ്? ഓഫ് കോഴ്സ്, ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ബ്രൈഡ്. So on that note, I hope you guys like the game. എല്ലാരും ഒരുപാട് സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കുക. But I hope ഇതൊന്നും ഒന്നല്ല, they'll have a happy life and we all wish that for them. So thank you for coming on the stage and being a sport and playing this game for all of us. Thank you Teju, thank you Malvika. സോ നമ്മൾ കലാശക്കൊട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഗേൾസ് ആർ ബാക്ക് വിത്ത് ദ ഡാൻസ്. സോ ആർക്കും വീണ്ടും കൈയടിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കഴിച്ചോണ്ടിരിക്കുകയാണ്. ഹോപ്പ് യു ആർ എൻജോയിങ് ദ ഫുഡ്. ലെറ്റ്സ് വെൽക്കം ദ ഗേൾസ് ഓൺ ടു ദ സ്റ്റേജ്. सानू भी छुट्टा कर दो, किथे कल्ले कल्ले जाई जाने. मालूमा डोलमा ऐसा लगड़ी मालूमा तेजी गली जिन्हें क्रैकी उठा सालमा. रिकले कोते उठा गलगले पलचिन पल बलक मिटा मैंने लोकले. टुमगना टुमगना टोला टका टुमगना टुमगना तुमा गले यकी पोना यनगिना अरगना मुरगना तोडया तायरगना यरगना सरगना ओंडे ना उनगिना. अलमा डोलमा पलचिन पल बलक मिटा मैंने लोकले.
മിഴികളിലുരുകിയ മഞ്ചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്രിയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ പൊഴിതിരയുകയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ പൊഴിതിരയുകയായി വെണ്ണില കൊമ്പിലേറാ പാടി എന്നു നീയേട്ടന്റെ ചിങ്കാരി മഞ്ഞുനീർത്തുള്ളി പോൽ നിന്നോവൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ ഈരിക്കലും ഞാനില്ലേ അത് ഞാനല്ല പീതാംബരം സാറേ ഇവർ പ്രാന്താണ്. നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ച് ലെവൻ പാടുന്നു നീ പാടുപെടും ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുത് ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ കൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനിട പിന്നെ ജീവിതം നമ്മുടെ സംഗീത് പരിപാടികൾക്ക് ഒരു എൻഡ് വന്നിരിക്കുകയാണ്. ഹോപ്പ് യു ഓൾ എൻജോയ് ദ ഈവനിങ്. നിങ്ങളുടെ അനുഗ്രഹമൊക്കെ തേജുനും മാൾവികയ്ക്കും രണ്ടുപേർക്കും അത്യാവശ്യമുണ്ട്. സോ ദ മാരേജ് ഈസ് ഓൺ 15th. Hope you all will be there at Lex. So till then, it's everyone, the team bride, team groom, putting a great show for you. Signing out. I'm Anaga. I'll see you. Bye. Good night. Sweet dreams. Thank you.